ഹായ്, പല കുട്ടികളും എന്നെ വിളിച്ചിട്ടും നേരിട്ടും കണ്ടൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇത്ര എക്സാം ഒക്കെ എഴുതി മടുത്തു, അല്ലെങ്കിൽ എക്സാം എഴുതാൻ തോന്നുന്നില്ല, ഞാൻ ആക്ച്വൽ എക്സാം മാത്രം എഴുതി പോയാൽ പോരെ. അല്ല, ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ധാരാളം മോക്ക് എക്സാംസ് എഴുതണം. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ആ എക്സാം ദിവസത്തിലെ 3 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ 3 മണിക്കൂർ എത്രയും ബെസ്റ്റാക്കി പെർഫോം ചെയ്യാൻ പറ്റുമോ അത്രയും ബെസ്റ്റാക്കി നമുക്ക് പെർഫോം ചെയ്യണം. അതിനാണ് നമ്മൾ മോക്ക് എക്സാം എഴുതണത്. മോക്ക് എക്സാം എഴുതുന്നതിൽ കൂടെ നമുക്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാനുള്ള, കാരണം നമ്മൾ വി ആർ റേസിങ് അഗൈൻസ്റ്റ് ടൈം. ആകെ 3 മണിക്കൂറേ ഉള്ളൂ. ആ 3 മണിക്കൂറിൽ നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കണമെങ്കിൽ അത്രമാത്രം നമ്മളത് റിഹേഴ്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന് പറ്റിയൊരു സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി പല ആളുകൾക്കും പലതായിരിക്കും. ആ സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യണം? ഫിഗർ ഔട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആളുകൾ ടൈം ഡിവൈഡ് ചെയ്യുക. 45 മിനിറ്റായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഓരോ 45 മിനിറ്റിലും മുഴുവൻ എക്സാമിൽ കൂടെ കടന്നു പോകലായിരിക്കും ചില ആളുകൾക്ക് പറ്റിയ സ്ട്രാറ്റജി. ചില ആളുകൾക്ക് താല്പര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നന്നായി ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, പിന്നെ അടുത്ത സബ്ജക്റ്റിലേക്ക് പോവുക, പിന്നെ അടുത്ത സബ്ജക്റ്റിലേക്ക് പോവുക, പിന്നെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ പല പല സ്ട്രാറ്റജീസ് പല ആളുകൾക്കും ഉണ്ടാവും. അപ്പോൾ ഈ സ്ട്രാറ്റജീസ് നമ്മൾ ട്രയൽ ആൻഡ് എററിൽ കൂടെ ഫിഗർ ഔട്ട് ചെയ്യുകയും അത് മൾട്ടിപ്പിൾ ടൈംസ് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതൊരു ഫൈൻ ട്യൂൺ ചെയ്ത് ഒരു അടിപൊളി സ്ട്രാറ്റജി ആക്കി കൊണ്ടുവരികയും വേണം. അതിനാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എക്സാം എഴുതാനുള്ള ചാൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? എക്സാം എഴുതുക തന്നെ വേണം. അതിലൊരിക്കലും നമ്മളൊരു ഉപേക്ഷ വിചാരിക്കരുത്. ഇത് ബോറിംഗ് ആണെന്നോ, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ആക്ച്വൽ എക്സാം എഴുതി പോയാൽ പോരെ, അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് ഇത് എക്സാം എഴുതുമ്പോഴൊക്കെ എനിക്കറിയാം മോക്ക് എക്സാം ആണെന്ന് അറിയാം. പക്ഷെ ആക്ച്വൽ എക്സാം എഴുതണം ആ ഫീലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ധാരാളം എക്സാംസ് എഴുതണം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഞാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ധാരാളം എക്സാംസ് ഇയർ ലോങ് ആയിട്ട് എഴുതി അങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് 100% കാര്യങ്ങൾ അറിയില്ലെങ്കിലും അറിയുന്ന സാധനങ്ങൾ 100% എക്സാമിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയുള്ളതും ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റിയതും. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.